സർ POKയിൽ പാക് അധിനിവേശ കാശ്മീരിൽ അസ്ഥിരത നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജമ്മു കാശ്മീരിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അവിടെ അമർനാഥ് യാത്ര, അവിടെ ആ അമർനാഥ് യാത്രയെ ലക്ഷ്യമിട്ട് ഭീകര സംഘടനകൾ കൊണ്ട് അവിടെ എന്തോ വലിയൊരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. എത്രത്തോളം ശരിയാണ് ഈ ഒരു വാർത്ത? ഇപ്പം 12-13 ദിവസം കൊണ്ട് POKയിൽ വലിയ സംഘർഷമാണ്. പലവട്ടം അവിടെ പ്രശ്നം പാകിസ്ഥാനെതിരെ അവിടുത്തെ ജനത ഉരുത്തിരിച്ചു കൊണ്ടുവന്നതൊക്കെ അടക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് പാകിസ്ഥാന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. ഭീകരരെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പലവട്ടം അവിടെ ഈ നിരപരാധികളെ ഉൾപ്പെടെ കൊന്നൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ പറയുന്നിടത്തല്ല കാര്യങ്ങൾ. POKയിൽ വലിയ പ്രശ്നമാണ്. പാകിസ്ഥാന് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തോണം ആയി പ്രശ്നം. നമ്മുടെ മാധ്യമങ്ങളിലേക്കാളും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അല്ലെ? ഈ അറിയുന്ന മാധ്യമങ്ങൾ, നമ്മുടെ മാധ്യമങ്ങൾക്ക് അകത്ത് ഇന്ത്യക്ക് അനുകൂലമാകുന്ന ന്യൂസുകൾ വളരെ കുറച്ചല്ലേ കൊടുക്കാറുള്ളൂ. മാത്രവുമല്ല അത് നിവൃത്തിയില്ലെങ്കിലേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന രീതി. ഇതൊക്കെ ഇന്റർനാഷണൽ ന്യൂസാണ്. കാരണം പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയം ന്യൂസായിട്ട് ഇവിടെ എഴുതാൻ തുടങ്ങിയ ദിവസവും വിഷയമാണ്. എന്നാലും നമ്മൾ POKയിലെ വിഷയമായതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടായി പറയുന്നത്. അപ്പം ഇതിനകത്ത് റാവൽപിണ്ടിയിൽ ഏതാണ്ട് 70,000 പേര് സമരത്തിലാണ്. മറ്റ് നമ്മുടെ LOCയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ പലയിടങ്ങളിലായിട്ട് സമരം. ഈ പണ്ട് നമ്മുടെ ഈ രാപ്പകൽ സമരമൊക്കെ നമ്മുടെ പാർട്ടിക്കാർ നടത്തുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് സമരം. അപ്പം ഇതുപോലെ റാവൽപിണ്ടിയിൽ വലിയ വലുപ്പത്തിൽ 10-70,000 പേര് അവിടെ ഹോൾഡാണ്. അവിടെ പട്ടാളത്തെയൊക്കെ വെല്ലുവിളിച്ച് പട്ടാളം ഇറങ്ങി പോകണം. അതുപോലെ മാർച്ചുകളും മറ്റു പലതും, അതായത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ ബോർഡർ LOCയിലും മറ്റു പലയിടത്തും ഒക്കെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്നവർക്ക് അവിടെ മരുന്ന് നിഷേധിക്കുന്നു, ഭക്ഷണം നിഷേധിക്കുന്നു, ഇന്ധനം നിഷേധിക്കുന്നു. ഇത് ആ സമരത്തെ പരാജയപ്പെടുത്താനാണ്. അപ്പം ഈ രീതിയിൽ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം, പാകിസ്ഥാന്റെ ഭാഗമല്ല POK. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഇനി ജനമല്ല, അവർ അവിടെ മുദ്രാവാക്യം അവിടെ നമ്മുടെ പതാകയും വീശിക്കൊണ്ടാണ് ഇത് അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയുമായിട്ട് വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. മാത്രമല്ല ഈ അതിർത്തി ഉൾപ്പെടെ ഉള്ളിടത്തേക്ക് അവർക്ക് മരുന്ന് വേണം, ഭക്ഷണം വേണം, ഇന്റർനെറ്റ് വേണം. ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ ഇന്ത്യയെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ജനം മുദ്രാവാക്യം പിടിച്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കറിയാം ഇന്ത്യ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഉദാഹരണങ്ങൾ സഹിതം പല കാര്യങ്ങളും പരിശോധിക്കും അറിയാം. അപ്പം ഇന്ത്യ ഞങ്ങളെ രക്ഷിക്കും. അപ്പൊ ഇത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരും തമ്മിൽ ബന്ധമുണ്ടപ്പാ. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ബന്ധുക്കൾ കാശ്മീരിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധ്യതയുള്ളത് ഒരു തർക്കപ്രദേശം എന്നുള്ള രീതിയിൽ അവിടെ പ്രത്യേക ഭരണ സംവിധാനം ഉള്ള ഒരിടവും അതിനകത്ത് പാകിസ്ഥാന്റെ ആവശ്യമില്ലാത്തൊരു നിയന്ത്രണവും വരുന്നുണ്ട്. അപ്പം നേരത്തെ അതുകൊണ്ടാണ് ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിനകത്ത് പിടിച്ചെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം നമുക്ക് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയൊക്കെ ഇതിനകത്തൂടെ അല്ലെങ്കിൽ ചില ഇതൊക്കെ വരുമ്പോൾ അന്നേരം നമ്മുടെ രാജ്നാഥ് സിംഗും നമ്മുടെ ഈ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുന്നത് അതിഞ്ഞ് വന്നോളും. അപ്പൊ ഏകദേശം അതിനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പം പാകിസ്ഥാനകത്ത് ഈ രീതിയിൽ POKയിൽ ഈ വിഷയം നടക്കുമ്പോൾ പാകിസ്ഥാനകത്ത് നാല് വഴിക്ക് നിൽക്കുന്ന ആൾക്കാർ ഒന്നിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയം മാറ്റണമെങ്കിൽ പാകിസ്ഥാൻ ISI, നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, പാകിസ്ഥാൻ ISI അമർനാഥ് യാത്രയ്ക്കകത്ത് പണ്ടും ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പട്ടാളവും അല്ലെങ്കിൽ മറ്റു പലതും ഒക്കെ ഇതിനകത്ത് 127 ക്ഷേത്രങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഇതുപോലെ ആക്രമിക്കാൻ സാധ്യതയുള്ള ക്ഷേത്ര കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലുള്ള അവിടുത്തെ ഭരണമൊക്കെ വേറെ ആയിരിക്കും. അപ്പൊ ഈ അമർനാഥ് യാത്രയ്ക്കകത്ത് ISIയുടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അവർ പാകിസ്ഥാൻ ഭീകരരെ കടത്തിവിട്ട് അക്രമം ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കുമല്ലോ. അപ്പൊ ഇന്ത്യ തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ മറ്റേ പലരും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനകത്ത് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഒന്നിപ്പിക്കുന്നതിനും ആ യുദ്ധത്തിന്റെ മറവിൽ POKയിൽ നടക്കുന്ന ഈ പറയുന്ന പ്രക്ഷോഭത്തെ മറച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പം ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ ആ രീതിയിലേക്ക് പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ LOC ഇപ്പം ഈ പറയുന്ന ആൾക്കാര് നമുക്ക് ഇവരെ നമ്മുടെ ബോർഡറല്ല, LOC ഇന്റർനാഷണൽ ബോർഡർ, ആ ബോർഡറിനകത്ത് സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണത്തിനായി ഇന്ത്യൻ അതിർത്തി കടന്നു വരുന്ന ഒരു അവസ്ഥ വന്നാൽ ഇവരെ തടയാൻ പറ്റുന്ന രീതി പാകിസ്ഥാൻ ഇല്ല. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മുടെ
ഇവിടെ വിഷയം ഉണ്ടെങ്കിലും നമ്മൾ ചെല്ലുക. കാരണം ഇവരെ നമുക്കും അഭയാർത്ഥികളെന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരെ കൊല്ലാനും പറ്റത്തില്ല. ഒരു ഭീകരരല്ല, സാധാരണക്കാരൻ. നമ്മളെ ആശ്രയിച്ച് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ കൊണ്ട് ഉണ്ടായപ്പോഴും നമ്മളവിടെ ഇറങ്ങി ഇവന് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കും, അവന് വേണ്ട സംവിധാനം ചെയ്ത് കൊടുക്കും. തുർക്കിക്ക് ഉൾപ്പെടെ നമ്മൾ ഓപ്പറേഷൻ ദോസ്ത് അറിയത്തില്ലേ, ദോസ്ത് അന്ന് കൊടുത്തില്ലേ. എവിടെ വിഷയം ഉണ്ടായാലും ഇപ്പൊ അമേരിക്കയിൽ വിഷയം ഉണ്ടായപ്പോൾ നമ്മളവിടെ പോയതാണ്. അമേരിക്ക വലിയൊരു പ്രകൃതി ദുരന്തം മറ്റു കാര്യങ്ങൾ പോയതാണ്. അപ്പം അതേ രീതിയിലേക്ക് കാര്യങ്ങൾ കഴിയും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് POK നമ്മുടെ ആൾക്കാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ POK എന്ന് പറയുന്ന പ്രദേശം ഒരുപക്ഷെ അവർ തന്നെ ഇവിടെ കൊണ്ടുതരുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് പറയുന്ന മുദ്രാവാക്യം ഞങ്ങൾ ഇനി പാകിസ്ഥാന്റെ ഭാഗമല്ല. ഞങ്ങൾക്ക് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇവർക്ക് ഫുഡും വിദ്യാഭ്യാസം അതൊന്നും കൊടുക്കണില്ല അല്ലേ. ഈ സിന്ധ് മേഖല, പല മേഖലയുണ്ട് പാകിസ്ഥാനകത്ത്. ഈ സിന്ധ് മേഖല മാത്രമേ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ശരിക്കും ശ്രദ്ധിക്കാത്തത്? ഇവരെന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് എന്താ പറയാൻ പറ്റുന്നത്. അവൻ ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖല എന്ന് പറഞ്ഞാൽ പണ്ട് 1948 ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിലേക്ക് അവര് ചേരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച ഒരു ഇടമാണ്. ഇന്നത്തെ ശകലം ഒരു അതിർ മാപ്പ് വരുമ്പോൾ ശകലം വ്യത്യാസം വരുമെങ്കിലും അന്ന് നമ്മുടെ ബഹുമാന്യനായ ചാച്ചാജി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ നെഹ്റു ഒക്കെ ഇതിന് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തായിരുന്നു. ഈ ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ ആയനെ. അന്ന് മുതൽ അതിനെ പിടിച്ചെടുത്ത് അവരുടെ അടുത്ത് വെച്ചേക്കുക. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ധാതു സമ്പത്തുകൾ വലിയ വലിപ്പത്തിലുണ്ട്. അവിടെ ഈ മുസ്ലിങ്ങളാണെങ്കിലും അവര് ഇന്ത്യൻ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ്. അവർ ഈ ഷിയ മുസ്ലിങ്ങളുമാണ്. അപ്പൊ അവർക്ക് പാകിസ്ഥാൻ മനസ്സിലാവുന്നുണ്ട്, ഇറാനുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പം അന്ന് തൊട്ട് അവിടെ പ്രശ്നം. അപ്പൊ അവിടെ കുമാരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ, പുരുഷന്മാരെ ഉൾപ്പെടെ അവയവ കച്ചവടത്തിന് പട്ടാളം പിടിച്ചു കൊടുക്കുക ചൈനയ്ക്ക്. അറിയോ, അത്രയ്ക്ക് ദ്രോഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ധാതുസമ്പത്തുകൾ മൊത്തം കൊള്ളയടിക്കുക. അല്ലെങ്കിൽ ഇത് വേറെ പല രാജ്യം, ഇപ്പം ഏറ്റവും അവസാനം ചൈനക്കാരൻ അവിടെ ഇറങ്ങി, നമുക്കറിയാമല്ലോ, അവിടുത്തെ ധാതുസമ്പത്തുകൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചു ഈ ബലൂചിസ്ഥാൻ ആർമി. അവരിപ്പോ ഭീകര സംഘടന, അവർ ജാവേർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അവർ അവിടുത്തെ ചൈന എത്രയോ പേരെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. അവിടെ വലിയ രീതിയിൽ അവിടുത്തെ ധാതുസമ്പത്തുകൾ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ റോഡ് സിസ്റ്റം, പോർട്ട് ഉണ്ടാക്കി, വിമാനത്താവളം ഉണ്ടാക്കി, ഇന്റർനാഷണൽ കോടാനുകൂടി അവിടെ തൊടാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പല മേഖലയിൽ, അതുപോലെ തന്നെ POK മേഖലയിൽ തന്നെ അതിലേക്കൂടെ പാകിസ്ഥാനിലേക്ക് വേണ്ട അരി വരുന്നത്, അതിലേക്കൂടെ പാകിസ്ഥാന് വേണ്ട കറണ്ടിന്റെ വിൻഡ് മില്ലുകൾ ഉൾപ്പെടെയുള്ളത് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ആഹാരമില്ല. അവിടുന്ന് പോകുന്ന കറണ്ട് പാകിസ്ഥാൻ ഈ പറഞ്ഞ സിന്ധു മേഖലയിലും മറ്റ് പ്രധാനപ്പെട്ട മേഖലയിലും ഉപയോഗിക്കുന്നത്. ഇവിടെ കറങ്ങുന്നതിന്റെ കറണ്ട് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ 7-8 മണിക്കൂർ ഇതാണ്. അത് ഇവരെ ഇങ്ങനെ പല മേഖല പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതെ, പ്രക്ഷോഭത്തിലേക്ക് വന്നു. അപ്പൊ പാകിസ്ഥാന് അതിനകത്തുള്ള ആൾക്കാരെ പല മേഖലയിലും പല രീതിയിലേക്ക് കാണുന്നത് കൊണ്ട് പാകിസ്ഥാനകത്ത് പല മേഖലയിലും പരസ്പരം സംഘർഷത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ POK മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പണ്ട് ഈ വിഷയം വന്നപ്പം കയറി നിന്നിടത്ത് വെച്ച് നിർത്താൻ പറഞ്ഞു. അപ്പൊ ഇത് കാശ്മീരിന്റെ ഭാഗമാണ്, നമ്മുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അത് തർക്കമേഖലയായിട്ട് കിടക്കുന്നത് കൊണ്ടും അത് ഇവന്റെ ഭാഗമായിട്ട് നിന്ന കാലം ആ ഇടം വലുതായിട്ട് പൊല്യൂട്ടഡ് ആയെന്ന് പറഞ്ഞാൽ ഭീകരന്മാരും മറ്റു പലരും ഒക്കെ. അതുകൊണ്ട് അവിടെ ഒന്ന് കറക്റ്റായി വന്നോട്ടെ, തന്നെത്താനെ കറക്റ്റായി തിരിച്ച് ഇതിലേക്ക് വരുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. ഒരു 10-30 കിലോമീറ്റർ എങ്കിലും ഇതിന് ശേഷം, അതായത് ഈ പറയുന്നത് പോലെ ഈ സംഘർഷത്തിലൂടെ ഇന്ത്യയിലേക്ക് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതായത് POKയുടെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭം. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിനി പോകാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനകത്ത് കുമാർ വിചാരിക്കുന്ന ഇപ്പൊ അവന്മാർക്ക് അക്രമം നടത്താൻ പറ്റത്തില്ല. ഇത് സാധാരണ ജനങ്ങളിലാണ്, കുട്ടികളെ, കുഞ്ഞുങ്ങളെ, പെണ്ണുങ്ങളെ, ഭീകരവാദികളൊന്നുമല്ല. അവരുടെ ഭക്ഷണത്തിനും മരുന്നിനും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലാനൊക്കത്തില്ല. വെടിവെച്ച് കൊന്നാൽ അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തിയാൽ ഇത് വലിയ ഇന്റർനാഷണൽ ചർച്ചയാകും. അപ്പൊ അതിനകത്തൊരു വെടിവെപ്പ് നടത്തുന്നതിന്റെ കൂട്ട ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അമർനാഥ് ആക്രമണം നടത്തി ഇന്ത്യ തിരിച്ചടിക്കുമല്ലോ. അപ്പൊ ഇത് അതിനകത്തൂടെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്കാണ് പോകുന്നത്. ഇന്ത്യ വളരെ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യക്കുണ്ട്. CRPFനെയും അല്ലെങ്കിൽ സൈന്യത്തെയും ഒക്കെ അതിർത്തിയിൽ വളരെ സജ്ജമായിട്ട് നിർത്തിയിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഏതാണ്ട് POK നമുക്ക് ആശിക്കാം നമ്മളിലേക്ക്
ഒരുപക്ഷെ 10-30 കിലോമീറ്റർ LOC കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് വരുന്ന രീതിയിലേക്ക് കാര്യം വന്നിരിക്കുന്നു. അതായത് അവിടെ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ സമരം ചെയ്യുന്ന ആൾക്കാർ, ആ പ്രദേശം കൈയടക്കിയിരിക്കുന്ന ആൾക്കാർ, അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് അവർ പരസ്യമായിട്ട് പറയുന്നു. ഇന്ത്യൻ പതാക വീശുന്നു. ഇന്ത്യയുമായിട്ടല്ലാതെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.